മഴ മുന്നറിയിപ്പിനും സർക്കാരിനും മെല്ലെപ്പോക്ക് കൃത്യസമയത്ത് ഒരുക്കങ്ങൾ നടത്തിയില്ല. ഓറഞ്ച് ബുക്കും അവഗണിച്ചു. ജൂലൈ 31 പകൽ 3-നാണ് മുന്നറിയിപ്പ് ലഭിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പും സർക്കാർ പരിഗണിച്ചില്ല. ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും. ശാലിനി, ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ഇതാണ്: കൃത്യമായ മുന്നറിയിപ്പുകൾ, അത് ഡാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മഴയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അതിനൊരു സിസ്റ്റമുണ്ട്, ഒരു സംവിധാനമുണ്ട്. അതിൽ നിന്ന് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളിലും കൃത്യമായ അലർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം അത് പിന്തുടർന്നാണ് സംസ്ഥാനത്തെ മഴ സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓറഞ്ച് ബുക്കടക്കം അവഗണിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പലയിടത്തും ഡാമുകളൊക്കെ തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യം. മുഖ്യമന്ത്രി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട മുഖ്യമന്ത്രി വിരുന്നിനും ഹെലികോപ്റ്റർ യാത്രയും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, ശാലിനി? പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ നിലവിലെ കാലാവസ്ഥാ സാഹചര്യം. ഒപ്പം തന്നെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഏതൊക്കെ അണക്കെട്ടുകളിലാണ് ജലനിരപ്പ് ഉള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കൃത്യമായ രേഖകൾ സഹിതം ജൂലൈ 31 തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന സർക്കാരിന് ഓറഞ്ച് ബുക്ക് കൈമാറിയതാണ്. ഈ ഓറഞ്ച് ബുക്കിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഓറഞ്ച് ബുക്ക് പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓറഞ്ച് ബുക്ക് സംസ്ഥാന സർക്കാർ അവഗണിച്ചതിന്റെ ഭാഗമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുരിതം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ജൂലൈ 31 വന്ന ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി വന്ന ഓറഞ്ച് ബുക്ക് അത് കൃത്യമായി സർക്കാർ അവഗണിച്ചു. തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് സർക്കാർ തലത്തിൽ വന്നതാണ്. പക്ഷേ ആ മുന്നറിയിപ്പും സർക്കാർ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്രയധികം ദുരിതവും ഇത്രയധികം മരണങ്ങളും ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഓറഞ്ച് ബുക്കും മുന്നറിയിപ്പും വന്നതിന് ശേഷം ഈ പ്രളയ സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല അണക്കെട്ടുകളുടെയും ജലനിരപ്പ് ഫസ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് തുറന്നു വിടേണ്ട സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും അതും സർക്കാർ തലത്തിൽ അവഗണിച്ചു എന്നുള്ളതാണ്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു കാര്യമായ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര വകുപ്പിൽ നിന്നൊക്കെ വരുമ്പോൾ, കാലാവസ്ഥാ വകുപ്പിൽ നിന്നൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വിരുന്നുകൂടിയും ഹെലികോപ്റ്റർ യാത്ര നടത്തിയും നടക്കുകയാണ് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് നിലവിലെ കാലാവസ്ഥാ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി, വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടായി, പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി, മലയിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടലടക്കം ഏകദേശം 6-ലധികം ജീവനുകൾ നഷ്ടമായി. ഈ ഘട്ടത്തിൽ ഇപ്പോൾ അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സർക്കാർ തലത്തിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേർന്ന് എന്തൊക്കെയാണ് ഇനി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത്, അത് പ്രധാനമായും ഈ ഓറഞ്ച് ബുക്ക് അടക്കം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ആ അവലോകന യോഗമൊക്കെ ചേരേണ്ടത്. പക്ഷേ ഇതെല്ലാ ദുരന്തവും സംഭവിച്ചതിന് ശേഷം ഒരു അവലോകന യോഗം അല്ലെങ്കിൽ അടിയന്തര യോഗം സർക്കാർ തലത്തിൽ ചേരുകയാണ്. 10 മണിയോട് കൂടിയാണ് യോഗം ആരംഭിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ ജില്ലാ കളക്ടർമാർ, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലെയും കൂടാതെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെയും ഒക്കെ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇനി സ്വീകരിക്കാം, ഏതൊക്കെ മേഖലകളിലാണ് മഴക്കെടുതി രൂക്ഷമായത്, എത്ര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം എങ്ങനെ, ഇനി എന്തൊക്കെ സഹായങ്ങൾ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ അടിയന്തര യോഗം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശേഷം 11 മണിയോടുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പ്രജിത്ത് വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. കാരണം സംസ്ഥാനം പ്രളയക്കെടുതിയിൽ മുങ്ങുമ്പോൾ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് പല ജില്ലകൾക്കും നൽകി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പലരുടെയും കൂടെ ഇരുന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മായിയച്ഛനെ കാണാനും അച്ഛനെ കാണാനും ഒക്കെയായി യാത്ര ചെയ്തു എന്നുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഇത് മറയ്ക്കാൻ കൂടിയാണ് ഇന്നത്തെ യോഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്, ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലവിൽ പ്രവചിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അല്പസമയത്തിനകം തന്നെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും. പല ജില്ലകളിലും കടൽക്ഷോഭം രൂക്ഷമാണ്. മത്സ്യത്തൊഴിലാളികൾ പലരും കടലിൽ പോയി തിരികെ വന്നിട്ടില്ല. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. പല ജില്ലകളിലും വളരെ വ്യക്തമാണ്. കാരണം ജൂലൈ 31 ലഭിച്ച മുന്നറിയിപ്പുകളിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാതെ വീഴ്ച വരുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ സജീവമാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി വിളിച്ച യോഗം ആരംഭിക്കും. ഈ യോഗത്തിന് ശേഷം എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.